ലൈംഗികാരോപണ പരാതികളിൽ നടന്മാർക്കെതിരായ കുരുക്കുമുറുകുകയാണ്. വിവിധ പരാതികളിലായി പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. വർഷങ്ങളോളം അഴിയെണ്ണാവുന്ന കുറ്റങ്ങൾ ഉൾപ്പെടെ ചുമത്തിയാണ് കേസ്. മലയാള സിനിമയിൽ ഇവരുടെ സ്ഥാനം ഇനി എന്ത് എന്ന ചോദ്യവും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. സ്ക്രീനിൽ തകർത്തഭിനയിച്ച് കയ്യടി നേടിയവർ ഇന്ന് പോലീസ് കേസിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കെട്ടിപ്പൊക്കിയ പേരും പ്രശസ്തിയും ഒരുപാട് സ്ത്രീകളെ കണ്ണീര് കുടിപ്പിച്ചിട്ടാണെന്ന വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ആർപ്പ് വിളിച്ച ആരാധകരിൽ പലരും താരങ്ങളെ തള്ളിപ്പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ കാണുന്നതും കേൾക്കുന്നതെല്ലാം നമുക്കൊരു ഞെട്ടൽ ഉളവാക്കുന്നതാണ്. ഏതവനാണെന്നുണ്ടെങ്കിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. നമ്മുടെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരാനേ വേണം. എല്ലാവരും ക്ലിയർ ആയിട്ട് വെളിയിൽ വരണം. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രവർത്തനം ചെയ്യുന്നവരെ ഒരിക്കലും വെച്ചോണ്ടിരിക്കില്ല. അമ്മ സ്ഥാനത്തിന് താഴെ ഇറക്കണം എന്റെ അഭിപ്രായത്തിൽ. കലയോട് സ്നേഹമുള്ള ഒത്തിരി പിള്ളേരുണ്ട്. അവർക്കൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹം കാണുന്നില്ല. അപ്പൊ അവരിങ്ങനെ പോകുമ്പോൾ അവർ ഇങ്ങനെ ഒരു ഗതികേട്ടിലാണ് പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നമ്മൾ പ്രതികരിച്ചേ മതിയാവത്തുള്ളൂ. സിദ്ദിഖിനും മുകേഷിനും രഞ്ജിത്തിനുമെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞു. ജയസൂര്യയും മണിയമ്പിള്ള രാജുവും ഇടവേള ബാബുവും കേസിൽ കുടുങ്ങി. പലർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് ഗുരുതര കുറ്റകൃത്യങ്ങൾ. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ബലപ്രയോഗം തുടങ്ങി വർഷങ്ങളോളം അഴിയെണ്ണാവുന്ന കുറ്റങ്ങൾ. ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. കാര്യം ഞാൻ മുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസും തന്നിട്ടില്ല. ഇപ്പൊ അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. ആരാണ് അങ്ങനെ പറഞ്ഞത്? മുകേഷ്, ഇടവേള ബാബു, ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ്. ജയസൂര്യ, മണിയമ്പിള്ള രാജു. അന്വേഷണവും വിചാരണയും വിധിയും ശിക്ഷയും ഒക്കെ ഒരു വഴിക്ക് നടക്കും. മറുവശത്ത് ചലച്ചിത്ര മേഖലയിൽ ഇവരുടെ ഭാവി ഇനി എന്ത് എന്നത് മറ്റൊരു ചോദ്യം. വെളിപ്പെടുത്തലുകൾ താരസംഘടനയെ തന്നെ പിടിച്ചുകുലുക്കി. യുവതാരങ്ങളടക്കം നിരവധി പേർ ആരോപണ വിധേയരെ തള്ളിപ്പറഞ്ഞു. അവരുടെയൊക്കെ സഹകരണമില്ലാതെ ഇക്കൂട്ടർക്കിനി മലയാള സിനിമയിൽ എന്താണ് ചെയ്യാനാവുക? ഭൂതകാലത്തിലേതുപോലെ ഇനിയും വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കാൻ മുകേഷിനും സിദ്ദിഖിനും മണിയമ്പിള്ള രാജുവിനുമൊക്കെ കഴിയുമോ? നടിക്കെതിരായ അതിക്രമത്തിന് ശേഷം ദിലീപിന് എന്താണ് സംഭവിച്ചതെന്ന് നാം കണ്ടതാണ്. സിനിമകൾ കുറഞ്ഞു. ദിലീപ് സിനിമ കാണാൻ ആളുകൾ തിയേറ്ററിലെത്തുന്നതും കുറഞ്ഞു. പഴയ ജനപ്രിയ നടൻ ഇന്നത്തെ മലയാള സിനിമയിൽ പരാജയങ്ങൾ മാത്രമുള്ളൊരു നടനാണ്. അതേ വഴിയാണോ ഇനി സിദ്ദിഖിനെയും മുകേഷിനെയും ജയസൂര്യയെയും ഒക്കെ കാത്തിരിക്കുന്നതെന്ന് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.